ഹായ്, മാതൃഭൂമി.comന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കലോത്സവ നഗരിക്ക് അടുത്തുള്ള ഭക്ഷണശാലയിലാണ്. ഭക്ഷണശാലയിൽ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. സാധാരണ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണശാലയിൽ എത്താറുണ്ട്, ഇവിടുത്തെ വിശേഷങ്ങൾ പലപ്പോഴായി പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ഇന്ന് പറയാനുള്ളത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ഇന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നത് കുട്ടികൾ തന്നെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിയിൽ നിന്നാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് മാതൃഭൂമി സീഡാണ്. സീഡ് 3 മാസം മുൻപ് വിതരണം ചെയ്ത പച്ചക്കറി വിത്തുകളാണ് ഇന്ന് പച്ചക്കറികളായി നമ്മുടെ മുന്നിൽ, കറികളായി നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത സീഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഘോഷയാത്രയോടുകൂടി ബുധനാഴ്ചയാണ് ഇവിടെ പച്ചക്കറികൾ എത്തിച്ചത്. ഏകദേശം പച്ചക്കറികളും ഇലകളുമാണ്, വാഴയിലകളുമാണ് ഇവിടെ എത്തിയത്. ഏകദേശം 5.5 ടൺ പച്ചക്കറി ഇവിടെ എത്തിച്ചു. 49 സ്കൂളുകളിൽ നിന്നാണ് പച്ചക്കറി ശേഖരിച്ചത്. പലയിടത്തും സ്കൂളുകൾ തന്നെ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. ചിലയിടങ്ങളിൽ കുട്ടികൾ തന്നെ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിയും എത്തി. ഇതിലേറ്റവും രസകരമായ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കലോത്സവത്തിൻ്റെ ഭാഗമല്ല CBSE സ്കൂളുകൾ, എങ്കിൽ പോലും CBSE സ്കൂളുകളുടെ പ്രാതിനിധ്യവും ഇതിലുണ്ടായിരുന്നു. 7 CBSE സ്കൂളുകളിൽ നിന്നും 49-ൽ 7 എണ്ണം CBSE സ്കൂളുകളായിരുന്നു എന്നതും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾ തന്നെ ഉൽപ്പാദിപ്പിച്ച വിഷരഹിത പച്ചക്കറിയാണ് വിഷരഹിത പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടുതലേ. മാതൃഭൂമി സീഡിൻ്റെ നഞ്ചില്ലാത്ത ഊണ് എൻ്റെ വക ഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ കാണാനായി ഒരു പിൻവാതിലൂടെയാണ് നമ്മുടെ ഒരു പ്രവേശനം. എല്ലാവർക്കും കാണാം ഇവിടെ ഇന്ന് വിതരണം ചെയ്യാനുള്ള ഭക്ഷണം വിളമ്പാനുള്ള ഇലകൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിൽ പച്ചക്കറികൾ അരിയുന്നതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാചകപ്പുരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി സീഡ് പ്രവർത്തകരുടെ ഉത്സാഹം കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ കുട്ടികളുടെ നഞ്ചില്ലാത്ത ഊണ് എന്ന ഒരു സങ്കല്പത്തിൽ നമ്മളിവിടെ ഊണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുവരെ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിയ പച്ചക്കറികൾ കൊണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ നഞ്ചില്ലാത്ത ഊണ് എന്നൊരു കൺസെപ്റ്റിൽ കുട്ടികൾ വിഷമില്ലാത്ത പച്ചക്കറികൾ കൊണ്ട് എത്തിച്ചിട്ട് അതുകൊണ്ടുള്ള ഊണാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. വളരെ സ്തുത്യർഹമായ ഒരു നടപടിയാണ് മാതൃഭൂമി ഈ രംഗത്ത് കാണിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനൊരു രീതിയിലേക്ക് കലാലയങ്ങളിലെ കുട്ടികളെ മാറ്റുകയാണെങ്കിൽ അത് ഏറെ സന്തോഷപ്രദവും അതിനേറെ കഴിക്കുന്നവർക്കേറെ ആശ്വാസകരവുമാണ്. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു പ്രയത്നത്തിൽ മാതൃഭൂമിയോടൊപ്പം പങ്കുചേരുന്നതിന്. നന്ദി എല്ലാവർക്കും.